ഹലോ കൂട്ടുകാരേ, ഈ കാണുന്ന കൈ എൻ്റേതാട്ടോ. ജോലിക്ക് പോയിട്ട് വന്നിട്ട് നമ്മൾ വാതിലിൽ മുട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. മുട്ടുവിൻ തുറക്കപ്പെടും എന്നാണല്ലോ, ഇപ്പം തുറക്കും എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് വാതിൽ തുറന്നു. വാതിൽ തുറന്നിട്ട് അമ്മ ഇരിക്കുന്നുണ്ട്, കേശു അവിടെ നിൽക്കുന്നുണ്ട്. ദേവു സെറ്റിൽ കിടന്ന് കരയുക. ദേവു ഒരു മാഗി ഉണ്ടാക്കിയപ്പോൾ മസാലപ്പൊടി വെറുതെ കഴിക്കാൻ കൊടുത്തില്ല എന്നാണ് പരാതി. ഇവിടെ അടുക്കളയിൽ നന്ദുവിൻ്റെ വക മാഗി കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേവുവിന് വൈകിട്ട് കൊടുക്കാൻ മാഗി ഇന്ന്. അപ്പോൾ കേശപ്പനെ ഒന്ന് എടുത്തു. കേശപ്പനെ 2 ഉമ്മയൊക്കെ മേടിച്ചു. നല്ല ജലദോഷമാട്ടോ. എന്നിട്ട് തീരെ ഒരു ഭയങ്കര ആക്റ്റീവ് അല്ലാത്ത പോലെയാണ് ആളിരിക്കുന്നത്. ഞാൻ എന്ത് കാണിച്ചാലും അങ്ങനെ തന്നെ കാണിച്ചുകൊണ്ടിരുന്നോളും. ഇവൻ ഭയങ്കര മാഗി പ്രിയനാണല്ലോ. അതുകൊണ്ട് മാഗി ഉണ്ടാക്കുന്നതിൻ്റെ അടുത്ത് തന്നെ വന്ന് നിൽക്കാമെന്ന് അവനങ്ങ് വിചാരിച്ചു. ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ കഴിക്കാമല്ലോ. അങ്ങനെ മാഗിയൊക്കെ ഉണ്ടാക്കി നന്ദുട്ടി പാത്രങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കേശു എൻ്റെ ചുറ്റും നടന്ന് ഓടുന്നുണ്ട്. അങ്ങനെ അവനുള്ള മാഗി അവൾ കൊടുത്തപ്പോഴേക്കും അവനിനി സ്പൂൺ വേണമല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അവന് സ്പൂൺ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. സ്പൂണും മാഗിയും കൂടെ കൊടുത്താൽ അവനൊരു കാർട്ടൂണും വേണ്ട, ഒന്നും വേണ്ട. അവൻ അടിപൊളിയായിട്ട് മാഗി കഴിച്ചോളൂ. എന്താ ഇതിൻ്റെ ടേസ്റ്റ് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത്രയും എനിക്കിഷ്ടമില്ലാത്തൊരു സാധനവും ഇല്ല. അപ്പോൾ സ്പൂണിന് വേണ്ടി വഴക്കുണ്ടാക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ നമ്മൾ അവനൊരു സ്പൂൺ കൊടുത്തു. ടി വി കാണുന്നിടത്ത് പോയി ഇരിക്കുക കേട്ടോ. അവരുടെ അച്ഛനും കുറച്ച് ഏച്ചിട്ട് എഴുന്നേറ്റ് പോയി. പിന്നെ ഇങ്ങനെയാണ് നമ്മുടെ റൂമിൻ്റെ വന്നപ്പോഴത്തെ അവസ്ഥ. ഇങ്ങനെ എല്ലാം കുറച്ച് വലിച്ചു വാരി നിരത്തിയിടും. പിള്ളേരുള്ള വീടല്ലേ, അങ്ങനെയൊക്കെ ഇരിക്കുകയുള്ളൂ. അങ്ങനെ അതെല്ലാം ഒന്ന് സെറ്റാക്കി കമ്പിളിയൊക്കെ ഒന്ന് മടക്കി വെച്ച് നമ്മുടെ റൂമിൽ നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷം തോന്നണമല്ലോ. ആ ഒരു രൂപത്തിലേക്ക് റൂമിനെ മാറ്റിയെടുക്കണം. അതിനുവേണ്ടി നമ്മുടെ കമ്പിളിയൊക്കെ ഒന്ന് മടക്കി വെച്ച് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വലിച്ചിട്ട് പില്ലോസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കും. എന്നും ഇത് തന്നെ ചെയ്യുന്ന കേട്ടോ. പിന്നെ ഇവിടെ ഇനി ഏകദേശം വിളക്ക് കത്തിക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ മൊത്തം ഒന്ന് അടിച്ചു വാരും. എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ്, അടിച്ചു വാരിയിട്ടാണ് നമ്മൾ വിളക്ക് കത്തിക്കുന്നത്. 6 മണി കഴിയുമ്പോഴേക്കും അടിച്ചു വാരും. ഒത്തിരി സന്ധ്യയായിട്ട് അടിച്ചു വാരരുതെന്നാണ് പറയുന്നത്. അങ്ങനെ അടിച്ചൊക്കെ വാരി കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ അമ്മയൊക്കെ വിളക്ക് കത്തിച്ചു. ദേവ് കുറച്ച് ചന്ദനം കൊണ്ട് നെറ്റിയിൽ തൊട്ട് വന്നിട്ടുണ്ട്. ദേവിൻ്റെ സ്ഥിരം പരിപാടിയാണ്. പിന്നെ ഞാൻ കുറച്ച് സമയം നാമം ജപിച്ചു. ഒരു 10 മിനിറ്റോളം അത്രയും നാമം ജപിക്കാറുള്ളൂ കേട്ടോ. പിന്നെ ഓടിപ്പോയി ചായ വെച്ചു. ഇന്ന് ചായ താമസിച്ചാട്ടോ വെച്ചത്. കാരണം ഇത് വലിയ തണുപ്പൊന്നുമില്ല. നമുക്കങ്ങനെ തണുപ്പ് ഭയങ്കരമായിട്ടുള്ള സമയത്താണ് ചായ കുടിക്കാൻ ഭയങ്കര ആഗ്രഹം തോന്നുന്നത്. ഇല്ലെങ്കിൽ ചായ കുടിക്കും നിർബന്ധമാണ്. വൈകുന്നേരം ഞാൻ ചായ എന്തായാലും കുടിക്കും. പക്ഷേ തിരക്ക് പിടിച്ച് വന്ന് ചായ വെച്ച് കുടിക്കത്തൊന്നുമില്ല. കാരണം അത്രയ്ക്ക് വലിയൊരു തണുപ്പൊന്നുമില്ല. തണുപ്പില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ചായ കുടിക്കാനുള്ള പെട്ടെന്ന് അത്രയും ഭയങ്കരമായ ഒരു ടെൻഡൻസി ഇല്ല. പിന്നെ വരുമ്പോൾ എനിക്ക് മിക്കപ്പോഴും ഞാൻ ചോറാട്ടോ കഴിക്കുന്നത്. നല്ല വിശപ്പുണ്ടായിരിക്കും. അപ്പോൾ കൈ കിട്ടുന്നത് ചോറാണ് കഴിക്കുന്നത്. ചോറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നമ്മളിങ്ങനെ ചായ തിളപ്പിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം അടച്ചു വെക്കും. അപ്പോഴേക്കും അതിൻ്റെ പൊടിയൊക്കെ നന്നായിട്ട് ഇറങ്ങി നല്ല പാകത്തിന് കടുപ്പത്തിൽ കിട്ടും കേട്ടോ. പിന്നെ ഇത് ചായയിലൂടെ നമുക്കിന്ന് കഴിക്കാൻ ഈ ഒരു സൈസ് മുറുക്കാട്ടോ ഉള്ളത്. ഇത് കേശപ്പന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇനി അടുത്ത പരിപാടി, ഈ പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. നാളത്തേക്ക് അപ്പത്തിന് അരച്ച് വെക്കണം.